ആശ്വാസമായി. മുഖ്യമന്ത്രി മാറണമെന്ന ആവശ്യം CPIക്കില്ല. ഭരണവിരുദ്ധ വികാരം പരാജയത്തിന് കാരണമായിട്ടുണ്ട്. അത് പരിശോധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ കരുതി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ മാറണമെന്ന് CPI പറയുമെന്ന്. ഏതായാലും അതുണ്ടായില്ല. തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ പശ്ചാത്തലത്തിൽ സർക്കാർ തലത്തിൽ നേതൃമാറ്റമെന്ന ആവശ്യം CPIക്ക് ഇല്ലെന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തന്നെ തുറന്നു പറഞ്ഞു. ഇനി മറ്റാർക്കെങ്കിലും ആ അഭിപ്രായം ഉണ്ടെങ്കിൽ തന്നെ അത് ബിനോയ് വിശ്വം നോക്കിക്കൊള്ളും. തോൽവിയിൽ കമ്മ്യൂണിസ്റ്റുകാർ സ്വയം വിമർശനം നടത്തും. വീഴ്ചകൾ പരിശോധിച്ച് തിരുത്തി മുന്നോട്ട് പോകും. ഭരണവിരുദ്ധ വികാരം തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന ക്ഷേമ പെൻഷൻ, സപ്ലൈകോ വിതരണം തുടങ്ങിയ കാര്യങ്ങളിൽ സർക്കാരിനുണ്ടായ വീഴ്ച പരിശോധിക്കും. തൃശ്ശൂരിലെ തോൽവി നൽകിയത് വലിയ പാഠമാണ്. തെരഞ്ഞെടുപ്പ് തോൽവി പരിശോധിക്കാൻ CPMനും CPIക്കും സംയുക്ത സമിതി ഉണ്ടാവില്ല. അത്തരം ഒരു ചർച്ചയും ഇതുവരെ ഉണ്ടായിട്ടില്ല. ദേശീയ തലത്തിൽ പോലും ഇത്തരമൊരു കാര്യം ചർച്ചയായിട്ടില്ല. വീഴ്ചകളിൽ ആവശ്യമായ തിരുത്തലുകൾ വരുത്തി മുന്നോട്ട് പോകുമെന്നാണ് ബിനോയ് വിശ്വം പറയുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ CPI യോഗങ്ങളിൽ വലിയ വിമർശനങ്ങളാണ് ഉണ്ടായത്. മുഖ്യമന്ത്രി മാറാതെ തിരിച്ചുവരവ് എളുപ്പമല്ലെന്നും അത് പറയാനുള്ള ആർജവം കാട്ടണമെന്നും ചില നേതാക്കൾ തുറന്നടിച്ചിരുന്നു CPI യോഗത്തിൽ. മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യമാണ് തിരിച്ചടിക്ക് കാരണമായതെന്നും വിമർശനം ഉയർത്തി. എന്നാൽ ഇക്കാര്യങ്ങളെല്ലാം ബിനോയ് വിശ്വം ഏറ്റെടുത്തു. ആരും മാറേണ്ട, ഇതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകും. ബിനോയ് വിശ്വത്തിന് കാര്യങ്ങൾ അറിയാം. ഇവരൊക്കെ പറയുന്നതും കേട്ട് AKG സെൻറ്ററിലെങ്ങാനും ചെന്നാൽ കിട്ടുന്നത് ബിനോയ് വിശ്വത്തിനാണ്. സ്വന്തമായി 10 വോട്ട് തികച്ചെടുക്കാനില്ലാത്ത, എന്നും CPMൻ്റെ തണലിൽ മാത്രം നിൽക്കുന്ന CPIക്ക് ഇത് പറയാനുള്ള ധാർമ്മികത എന്താണ് ഉള്ളത്? ഈ CPI നേതാക്കന്മാർക്ക് അവനവൻ്റെ ശക്തിയും സ്വാധീനവും തിരിച്ചറിയുന്നത് എപ്പോഴും നല്ലതാണ്. അതറിയണം, അറിഞ്ഞിരിക്കണം. കൂട്ടുത്തരവാദിത്വമുള്ള സർക്കാരാണ് കേരളത്തിലുള്ളത്. CPM മാത്രമല്ല, കടന്നപ്പള്ളിയുടെ കോൺഗ്രസ് വരെ മന്ത്രിസഭയിൽ പ്രതിനിധികളായിട്ടുണ്ട്. CPIയുടെ ഉടായ്പൊന്നും അങ്ങോട്ട് വേണ്ട. സർക്കാരിനും മുന്നണിക്കും എന്ത് സംഭവിച്ചാലും CPIക്കും അതിന് ഉത്തരവാദിത്തമുണ്ട്. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.